ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടി ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയിങ് ഉണ്ടാക്കാം. ഒരു ഫംഗ്ഷന് നമ്മളിപ്പോൾ പോവാൻ റെഡി ആവുകയാണ്, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ആണ് എന്നൊക്കെ, ഇപ്പം നമ്മളെ ഫേസ് ഭയങ്കര ഡള്ളാണ്, ടാൻ ആണ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മളെ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, അപ്പം ഇത് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രബ്ബറായും യൂസ് ചെയ്യാം, ഫേസ് പാക്കുമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി പറയുന്നത് നിങ്ങൾ ഒരു സ്ക്രബ്ബറായിട്ട് തന്നെ യൂസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോയി ഒരു ഗ്ലോയി കിട്ടാനും, പിന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് സ്കിൻ കിട്ടാനും ഈ ഒരു സ്ക്രബ്ബർ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ അതിൽ ചേർക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് നിങ്ങൾ ക്ലിയർ ചെയ്യുക. അതായത് നമ്മളൊരു പാക്ക് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴോ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നിങ്ങളുടെ ഫേസിൽ ഡസ്റ്റോ സ്വെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാൻ ഹെൽപ്പ് ആവും. കാര്യം നമുക്ക് കുറച്ച് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ഫേസിൽ. അപ്പം ഈ നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നെ അബ്സോർബ് ചെയ്യാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ആ അഴുക്കിരുന്ന് അതിൻ്റെ മണ്ടയിൽ കൂടിയായിരിക്കും നമ്മളത് ഇടുന്നത്. അപ്പോൾ പോസൊക്കെ അടഞ്ഞായിരിക്കും ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇടുന്ന പാക്കുകൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫേസ് നന്നായി വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാഷ് ചെയ്ത് നല്ല സെറ്റായിരിക്കുകയാണ്. എനിക്കും കണ്ടില്ലേ ഒത്തിരി ഫേസ് നന്നായി ഡള്ളായിരിക്കുകയാണ്. കാരണം ഞാൻ ഒത്തിരി വെയിലത്ത് പോകുന്ന ആളാണ്, എന്താ പറയുക, ടൂ വീലറൊക്കെ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടാന കണ്ടല്ലേ, എൻ്റെ കൈയും ഒക്കെ നല്ല ടാൻ, എപ്പോഴും ടാൻ ആവും. അപ്പോൾ ഞാൻ ഈ പാക്ക് എനിക്ക് മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ്. എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ പാക്കുമാണിത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന, എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ എൻ്റെ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബൗൾ എടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ കുറച്ച് കോഫി പൗഡറാണ് ഫസ്റ്റ് ആഡ് ചെയ്യാനുള്ളത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്ത് ബ്രൂവോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച കോഫി പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇത് എൻ്റെ വീട്ടിൽ പൊടിച്ച കോഫി പൗഡറാണ്. ഇപ്പം എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളത് ആഡ് ചെയ്തോണം. ഇപ്പം ഞാൻ കണ്ടോ, കുറച്ചുകൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കയ്യിലൂടിയൊക്കെ ഒന്ന് പ്ലേ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫേസിലും എൻ്റെ കയ്യിലിടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ ഇപ്പം ബോഡി ഫുൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസും കൈയും അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞാൻ ബോഡി ഫുള്ളും യൂസ് ചെയ്യാറുണ്ട് ചില സമയത്ത്. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമുള്ളത് അതുപോലെ യൂസ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തൈരാണ്. തൈര് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും, ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മുടെ സ്കിന്നിന്. അതായത് സ്കിന്നിന് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടാൻ വേണ്ടി തൈര് യൂസ് ചെയ്യുന്നത്, ടാനൊക്കെ മാറാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് നമ്മളെ തൈര് എന്ന് പറയുന്നത്. ഇപ്പം തൈര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തൈര് ഞാൻ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കോഫി പൗഡർ എത്ര എടുക്കുന്നോ അത്രയും തൈരും കൂടെ എടുക്കണം. അടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നിങ്ങൾ പാരച്ചൂട്ടിനാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. സാധാ ഇപ്പം കുക്കിംഗ് ഓയിലാണെങ്കിൽ, നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുക. അത് നോക്കിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഏത് വീട്ടിൽ അവൈലബിൾ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. എൻ്റെ വീട്ടിലിപ്പം ഇത് ഞാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്, വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് ഞാനൊരു ഡ്രോപ്പ് കണ്ടോ, ഒരു 2 ഡ്രോപ്പ് ഇതിൻ്റെ ഒഴിക്കുക. ഇത് ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് സ്കിന്നിൽ നമ്മളത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ക്രബ്ബറായിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കോക്കനട്ട് ഓയിൽ ഒരു ഹെൽപ്പ് ചെയ്യും, നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാനും ഒരു സുഖം ഉണ്ടാവും സ്ക്രബ് ചെയ്യുമ്പോൾ. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഹെയർ ബാൻഡ് ഒക്കെ വെച്ചു. ഹെയർ ബാൻഡ് ഒക്കെ നമ്മൾ ഈ സൈഡിലെ മുടിയിലൊക്കെ ആയും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഹെയർ ബാൻഡ് ഒക്കെ എടുത്ത് വെച്ചു. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. അപ്പോൾ നമുക്ക് അതെങ്ങനെ മിക്സ് ചെയ്യണമെന്ന് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പം നമുക്കിത് മിക്സ് ചെയ്യാം. നല്ല പേസ്റ്റ് പോലെയാവും അത് മിക്സ് ചെയ്യുമ്പോൾ, നല്ലൊരു പേസ്റ്റ്
ഒരു എന്താ പറയാ, ഇത് കാണുമ്പോൾ നമുക്ക് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഓർമ്മ വരും. പക്ഷെ എന്നും പറഞ്ഞെടുത്ത് കഴിക്കരുതായിരുന്നു. അപ്പൊ നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടത്. നിങ്ങൾ ഇത് വീട്ടിൽ പൊടിച്ചത് കൊണ്ടാണ് ഇതൊരു കണ്ടോ ഒരു നല്ലൊരു നമ്മൾ പറയും ക്രീമി ടൈപ്പ് ഓഫ് ഇതിൽ വരണം. ഇങ്ങനെ വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ. ഒരുപാട് തൈര് ചേർക്കില്ല, ആവശ്യത്തിന് തൈര്. അതായത് നമ്മളൊരു ബ്രൂ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോഫി പൗഡർ എടുക്കുകയാണ്, അതിൻ്റെ അനുസരിച്ച് വേണം നിങ്ങളത് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വീട്ടിൽ പൊടിച്ചിട്ടുള്ളത് കോഫിയാണ്. നിങ്ങൾക്ക് ഏത് വേണം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ഏതാണ് കിട്ടുക അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി ഞാൻ പറയാം. കേർഡും നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലുമാണ് എടുത്തത്. കേർഡ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാൻ, അതായത് ടാൻ മാറി ബ്രൈറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അപ്പം നമ്മൾ നന്നായിട്ട് കാണാം ഒരു ക്രീമി ടെക്സ്ചറിൽ നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, ഇത് പാക്കായിട്ടും യൂസ് ചെയ്യാം. സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് തരി ഉള്ളത് എപ്പോഴും നന്നായിരിക്കും. ഇത് തരി ഉണ്ട്, ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അപ്പം നമ്മൾ ഇതിനെ എന്താ ഈ ഒരു ടെക്സ്ചറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു ടെക്സ്ചറിൽ ഇതെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാലും പോകത്തില്ല. അപ്പം നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇത് തരി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തരി വെച്ചാണ് നമുക്ക് സ്ക്രബ് ചെയ്യാം. നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ല. ഈ ഭാഗമാണ് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ സൺബേൺ ഉണ്ടാവുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മൂക്കിന്റെ ഈ ഭാഗത്തൊക്കെയാണ് കൂടുതൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് കാണാൻ പറ്റുന്ന ഈ ഭാഗം. അപ്പൊ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തു. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും കഴുത്തിലും ചെയ്യണം എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം, പിന്നെ ഈ കയ്യിലും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ആദ്യം ഫേസ് എങ്ങനെ സ്ക്രബ് ചെയ്യണമെന്ന് കാണിക്കാം. ഓക്കെ. ഈ ഒരു മോഷനിൽ വേണം എപ്പോഴും സ്ക്രബ് ചെയ്യാം. ഓക്കെ. അതായത് താഴോട്ട് സ്ക്രബ് ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ നിന്ന് സാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം കാരണം കൂടുതലാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വേണം, ഇങ്ങനെ വേണം, ഈ ഒരു മോഷനിൽ വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ. ഓക്കെ. അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ട് വേണം നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ. വളരെ ലൈറ്റായിട്ട് വേണം. സ്കിന്നിന് ഒരിക്കലും നിങ്ങൾ ഭയങ്കര ഒരു ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കരുത്. ഓക്കെ. ഭയങ്കര ഈ ഒരു തമ്പ് നമുക്ക് വരില്ലേ, ഒരു ടിപ്പ് വെച്ചിട്ട് വേണം നിങ്ങൾ അതിന് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. നെറ്റിയിലും ഇങ്ങനെ റിങ്കിൾസ് ഒക്കെ വരുന്നത് കൂടുതൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും പാക്കുകളോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നെറ്റി ഇങ്ങനെ ചുളുങ്ങും. എന്നാലും നമുക്ക് റിങ്കിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിഷയമില്ല. ഓക്കെ. സ്ക്രബ്ബർ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല.
ഭാഗത്ത് ഇങ്ങനെ ഇടണം എന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇടുവാണ്. ഞാൻ എല്ലായിടത്തും വരെ ഇവിടെയൊക്കെ എനിക്ക് ടാന് വരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കാണിച്ചു തരുവാണ്. ഓക്കെ, കുറച്ചു നേരത്തേക്ക് നമ്മൾ ബസന്തിയെ പോലെ ഇരിക്കും. എവിടെയോ കണ്ട ചായയില്ലെന്ന് വിട്ടരും. ഇതിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങരുത്. ഒന്നെങ്കിൽ റൂമിലോ ആൾക്കാർ കണ്ട് പേടിക്കും, അതുകൊണ്ടാണ് കേട്ടോ. കാര്യം നമ്മൾ അതുപോലെയാണ് ആവുന്നത്. ഈ ഏരിയയിലൊക്കെ കൂടുതൽ ഡാർക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇവിടെ കൂടുതൽ വരും. കാരണം ഈ ഏരിയയിലാണ് കൂടുതൽ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വൈറ്റ് ഹെഡ്സ് വരും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സ്ക്രബ്ബർ വീക്ക്ലി വൺസ് എങ്കിലും യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതുപോലുള്ള നമ്മളെ ഹോം റെമഡീസ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ സ്കിന്നിന്. ഞാൻ കൂടുതൽ ഹോം റെമഡീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഇഷ്ടം അതാണ്. ഇതുവരെ അങ്ങനെ പുറത്ത് പോയ എൻ്റെ സ്കിന്നിൽ ഞാൻ അങ്ങനെ ഒന്നും അപ്ലൈ ചെയ്യാറില്ല. ഡോൺ ലൈക്ക് എപ്പോഴും ഹാപ്പി എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഇങ്ങനെ പാക്കുകളും സ്ക്രബുകളും ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. ഫുള്ളിട്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഞാൻ ഇത് ഫുള്ളിട്ടാകുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് എനിക്ക് എപ്പോഴും ടാൻ ഉണ്ടാവും. അപ്പം എനിക്ക് ഭയങ്കര സൺബേൺ, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടാനൊക്കെ വന്ന് പെട്ടെന്ന് എനിക്ക് പ്രശ്നങ്ങൾ വരും. കാരണം അങ്ങനെയാണ് എൻ്റെ സ്കിന്നെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്കിന്നുകാർക്ക് എപ്പോഴും നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക സൂക്ഷിക്കുക, അല്ലെങ്കിൽ പണിപാളും. അപ്പം നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ എന്തിട്ടാലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. എനിക്കിപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയും അപ്ലൈ ചെയ്ത് എൻ്റെ ഹാൻഡിലും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ ഹാൻഡിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, കുറച്ച് പോർഷൻ എടുക്കുക. നമ്മുടെ എവിടെയാണോ വെക്കണ, അപ്പം ഇവിടെയൊക്കെയാണ് നമുക്ക് എനിക്ക് കൂടുതൽ എൻ്റെ ഈ ഒരു ഭാഗത്താണ് ടാൻ വരുന്നത്. കാരണം ഞാൻ ഗ്ലൗസ് പലപ്പോഴും മറക്കും യൂസ് ചെയ്യാൻ. കാരണം അമ്മ എപ്പോഴും പറയും ടാൻ ആവും, അതുകൊണ്ട് എടുത്തിട്ട് പോകണം, ഗ്ലൗസ് എടുത്തിട്ട് പോകണം. ഞാൻ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ മറക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള മറവി രോഗമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഈ പാക്ക് ഭയങ്കര അല്ലെങ്കിൽ ഈ സ്ക്രബ് ഭയങ്കര നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സ്ക്രബ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്യുക, നിങ്ങൾ പാക്കായിട്ട് യൂസ് ചെയ്യുക അതിനെ, എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യുക. ഞാൻ മോസ്റ്റ്ലി സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം ഇത് നല്ല ഒരിതാണ്, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാനും പറ്റും. കാരണം കണ്ടോ, ഇത് ഫുൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു 10 to 15 minutes വെയിറ്റ് ചെയ്യുക. ഒരു 50 minutes കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടോ ഫുള്ള് ഡ്രൈ ആയി, കണ്ടോ ഫുൾ ഡ്രൈ ആയി. അപ്പോൾ നമ്മളിത് ഫുൾ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് ഇങ്ങനെ ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തു. കണ്ടോ കയ്യിലെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ കൈ നല്ല ടാനുണ്ട്, ഈ കൈ കണ്ടോ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കണ്ടോ ഫേസ് നല്ല ഡള്ളായിരുന്നു, ഇപ്പോൾ നല്ല ഫ്രഷ്നെസ് ഒക്കെ ആയി. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയുക റിവ്യൂ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ദെൻ ഇതൊരു 5 days ചാലഞ്ച് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അന്നന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ആൾക്കാരാണ്, എനിക്ക് പുറത്തോട്ടൊക്കെ പോകുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ അന്ന് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇൻസ്റ്റന്റ് ഗ്ലോയിങ് ആണ്, ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റന്റ് ഗ്ലോയിങ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല നല്ല ടാന് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരു ക്ലിയർനെസ്, ഒരു എന്താ പറയുക, ഒരു തിളക്കമൊക്കെ ഉണ്ടാവും സ്കിന്നിന്. അപ്പം അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ എന്താ പറയുക കോഫി പൗഡർ എന്ന് പറയുന്നത്. പിന്നെ തൈര്. ഈ 2 സാധനം മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് സ്കിന്നിന് അത്യാവശ്യം. അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന 2 സാധനങ്ങളാണ്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഈ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയാണ്. കണ്ടോ
ഈ ഒരു സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും നമുക്ക് കഴുകി കഴിയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാനത് എന്താ പറയുക നല്ല കമൻറ്റ്സ്, നിങ്ങൾ നല്ല കമൻറ്റ് തന്നെ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോഴത്തേക്ക് അപ്ഡേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ടിപ്സൊക്കെ. ഓക്കെ, അപ്പോൾ ലവ് യു, ടാറ്റാ ബൈ, ഉമ്മ.